ഹലോ അസ്സാം വലൈക്കും. നോമ്പൊക്കെയായിട്ട് എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അത് 5 മണി ആയിക്കണം കേട്ടോ ഒന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിട്ട് 5 മണിയാവും. അപ്പോൾ ചിക്കൻ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് തുടക്കം കേട്ടോ. എന്തായിട്ട് ചിക്കൻ മസ്റ്റാണ് നോമ്പിന്. എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ചിക്കൻ കൊണ്ട്. കുറച്ച് ഒരു ചെറിയൊരു ഇറച്ചി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കൈവച്ച് അരിയുന്നതാണ് എളുപ്പം. പക്ഷേ ഇപ്പം തീരെ സമയമില്ലാത്തതുകൊണ്ട് 6:30 ആകുമ്പോഴത്തേ ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ട് ചോപ്പറിലിട്ട് അരിയാമെന്ന് വിചാരിക്കുകയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. നമ്മളൊരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് പാകത്തിനുള്ള അളവായി കഴിഞ്ഞാൽ നമുക്ക് നിർത്തി വെക്കാവുന്നതാണ്. നല്ല അടിപൊളി തന്നെ കേട്ടോ ഈ ചോപ്പർ. ഇതുള്ളതുകൊണ്ട് എൻ്റെ ഒരുപാട് പണികൾ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് 4 വലിയ ഉള്ളി എടുത്തിട്ട് ഇതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് പാസ്ത ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചിക്കനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ പാകത്തിനനുസരിച്ച് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ചിക്കന് ഞാനൊരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുറച്ച് വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഒരു 5-8 പീസ് എടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറിയ ഇങ്ങനത്തെ ജാറിട്ടിട്ടാട്ടോ അരിയുന്നത്. ഇത് ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോപ്പർ പറ്റും. പക്ഷേ നന്നായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ മിക്സി തന്നെ വേണം. അപ്പോൾ ചെറിയ ജാറിലിട്ട് അരച്ച് എന്താ പറയുക ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിത്തോലും അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അവിടെയും ഇവിടെയും ആകുമ്പോൾ കൗണ്ടർ ടോപ്പ് മൊത്തം എന്താ പറയുക വൃത്തികേട്. അപ്പോൾ ഒന്നായിട്ട് തുടച്ചെടുക്കണമല്ലോ. അപ്പോൾ മസാല ഒക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം 4 കോഴിമുട്ട എടുത്തിട്ട് 4 അല്ല 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മസാല. അപ്പോൾ ഞാൻ 1 കോഴിമുട്ട കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 കോഴിമുട്ട കേട്ടോ അതിലേക്ക് ചേർത്തത്. കടായിലാട്ടോ ചെയ്തത്. സാധാരണ നമ്മൾ സോസ് പാനിൽ അല്ല ചെയ്തത്. നമ്മൾ കറിയൊക്കെ വെക്കുന്ന കടായില്ലേ ആ ടൈപ്പ് പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലേക്ക് പാകമായിട്ട് 6 കോഴിമുട്ട പാകം തന്നെയാണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. നമുക്ക് ടേസ്റ്റുമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പെട്ടെന്ന് കാലിയാവുന്ന ഒരു സ്നാക്സ് ആട്ടോ. സമൂസ ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കാനും പണിയാണ്. പക്ഷെ പൊരിച്ചെടുക്കാൻ എളുപ്പം സമൂസാണ്. ഇത് കുറച്ച് വേവാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്തൊന്ന് കാണിച്ചെന്നുള്ളൂ. നോമ്പിന് ഒരൊറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇന്ന് തീരെ സമയമില്ലായിരുന്നു. എന്നാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഫോണ് ചില ഭാഗങ്ങൾ തല കുത്താനായിട്ടുണ്ട്. പിടിച്ചൊന്നും ശരിയായിരിക്കില്ല കേട്ടോ. അപ്പം ക്ലാരിറ്റിയും കുറവായിരിക്കും. പിന്നെ അതാ ചെറിയൊരു സോസ് പാൻ കേട്ടോ. അത് ഏറ്റവും ചെറുത് ഈ ബൗളിനേക്കാളും ചെറുതാട്ടോ അത്. അപ്പോൾ അതിലേക്ക് വെറും ഒരു 3 കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ മുട്ട മറിച്ച് എന്നൊക്കെ പറയും നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക്. ഒരു എഗ്ഗിൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പണിയില്ല കേട്ടോ. വെറും 3 കോഴിമുട്ട എടുക്കുക. പിന്നെ ഒരു ഏലക്കായ ചതച്ചതും ഒരു 2 സ്പൂണ് പഞ്ചസാരയും. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഒരു 2.5 സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. നെയ്യാണ് കേട്ടോ ചേർക്കരുത്. അല്ലെങ്കിൽ ഒരു മിൽമ നെയ്യിൻ്റെ ഒരു മിൽമ നെയ്യ് ഉണ്ടായിരുന്നു. മിൽമല്ല ഇളനാടിൻ്റെ ഒരു നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാട്ടോ ചേർക്കുന്നത്. നല്ല നെയ്യാണ് ചേർക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാൻ ചൂടാവുമ്പോൾ നമ്മൾ അടിയിലൊരു അലൂമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരു മൂടി ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഇത് ഒഴിക്കുന്നത്. 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഈ പാത്രം ആയതുകൊണ്ട് തന്നെ പാകമായിട്ടുള്ളൊരു 3 കോഴിമുട്ടായിരുന്നു കേട്ടോ അത്. അപ്പോഴത്തേക്ക് നമ്മൾ പാസ്ത ഒക്കെ എടുത്ത് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പാസ്തയിലേക്കുള്ള നമ്മൾ ചിക്കനും കൂടെ ഞാൻ ഒന്ന് മഞ്ഞളും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് പിച്ചി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ട് റെഡി ആവുന്നില്ല. അപ്പോൾ നേരത്തെ ഉള്ളി അരിഞ്ഞ് ചോപ്പറില്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റൊരു ക്രഷ് ചെയ്തിട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു പോകില്ല. മിക്സി ആകുമ്പോൾ നമ്മൾ എന്തായിട്ട് അരിഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ പിച്ചി എടുത്ത പോലെ കിട്ടും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ ഇറച്ചിക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിലേക്ക് ഇതാ കുറച്ച് ഈ കേക്ക് കുറച്ച് വെന്ത് വന്നപ്പോൾ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പാസ്ത ഇതാ 3/4 വേവായിട്ടുണ്ട്. കുറച്ച് വേവുള്ള സംഭവം കേട്ടോ. എഗ്ഗിൻ്റെ കേക്കും നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തതാണ് റെസിപ്പിയൊക്കെ. അപ്പോൾ അതിനൊന്നും സമയമില്ല, ബാങ്ക് കൊടുക്കാൻ സമയമായി. ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി സ്ട്രോബെറി ആയിട്ടുള്ളത്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പാല് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ട ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുത്ത്. പക്ഷേ മെൽറ്റ് ആവാതെ അടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മിക്സിയിൽ അത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ വെച്ച് കുത്തി എടുത്തിട്ടാണ് അങ്ങനെ അത് ജ്യൂസ് അടിച്ചെടുത്തത്. ഇറച്ചി കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മുറിക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു സ്നാക്സ് ആട്ടോ. അത് പിന്നെ കാണാനേ ഉണ്ടാവില്ല. നോമ്പായാലും അല്ലെങ്കിലും ഇവിടുത്തെ എന്നല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സ്പൈസി ആയിട്ടുള്ള സ്നാക്സാണ് എനിക്കിഷ്ടം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയണേ. അപ്പോൾ ഇതാ കോഴിമുട്ടൻ്റെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ടേ ഉള്ളൊരു പലഹാരം കേട്ടോ, മുട്ട മറിച്ചത് എന്നാണ് പറയാം. അപ്പോൾ ഞാൻ പിന്നെ പാസ്ത ആക്കിയതുകൊണ്ട് എല്ലാവർക്കും പാസ്ത ഇഷ്ടമാവില്ല. അപ്പോൾ പുട്ടും മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സമയം കറക്റ്റ് 6:25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സായിട്ട് കുറച്ച് ഐറ്റംസും ഉണ്ട്, പിന്നെ ഈ 2 കടികളും ഉള്ളൂ കേട്ടോ. പിന്നെ ചായ ഇവിടെ ആർക്കും വേണ്ട, ജ്യൂസും വെള്ളവും മാത്രമാണ്. തരിക്കഞ്ഞൊന്നും ഉണ്ടാക്കില്ല, അതൊന്നും ആർക്കും ഇഷ്ടമില്ല. ഇത് പ്രതീക്ഷിക്കാതെ വന്ന 2 വിരുന്നുകാരാട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.